ഈ ഡൽഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പല വാർത്തകളും വരുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പം AAP ചില കുതന്ത്രങ്ങൾ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ വേണ്ടി ചെയ്യുന്നു എന്ന വാർത്ത വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബംഗ്ലാദേശികളെ അനധികൃതമായി വോട്ടർ പട്ടികയിൽ ചേർക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് AAPയുടെ 2 MLA-മാരെ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. അത്തരത്തിൽ പല തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ AAP ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണോ ഉദ്ദേശിക്കുന്നത്? AAP അവരുടെ നിലപാടുകളിൽ കടുത്ത വെള്ളം ചേർത്തിട്ടുണ്ട്. കാരണം ഇപ്പം നിലനിൽപ്പിൻ്റെ പ്രശ്നമുണ്ട്. AAPക്ക് പണ്ടതുപോലെ തുടക്കത്തിലുണ്ടായിരുന്ന ഒരു ജനപിന്തുണ ഇന്ന് ഡൽഹിയിൽ ഇല്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അധികാരം പിടിച്ചു നിർത്താനുള്ള ശ്രമമാണ്. BJPയുടെ വക്താവ് സുധാംശി ത്രിവേദി ഇന്നലെ കൊടുത്ത കേസിൽ പറഞ്ഞിട്ടുള്ളത് 130-ഓ 140-ഓ അധികം ബംഗ്ലാദേശികളുടെ അഡ്രസ്സും അവരുടെ വ്യാജ ID കാർഡും അടക്കം AAP വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർത്ത കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഒരു MLA ആണ് നേതൃത്വം കൊടുക്കുന്നത്. AAP മൊഹിന്ദർ ഗോയലും അതുപോലെ തന്നെ ജയ് ഭഗവാൻ ഉട്കറുടെ പേരിൽ നേരത്തെയും പല കേസുകളുമുണ്ട്. ജയ് ഭഗവാൻ ഉട്കറിന്റെ പേരിൽ അങ്ങനെ 2 MLA-മാരെയും പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് ഡൽഹി തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോകാൻ AAP ശ്രമിക്കുന്നു. കാരണം നമ്മൾ കണ്ടതാണ് ബംഗാളിൽ എങ്ങനെയാണ് മമത അധികാരം പിടിച്ചു നിർത്തുന്നത്. ഏകദേശം 6ഓളം ജില്ലകൾ, ബംഗ്ലാദേശിലെ പൗരന്മാരെ കൊണ്ട് നിറഞ്ഞ ബംഗാളിലെ 6ഓളം ജില്ലകൾ, 6 ജില്ലകൾ ഇന്ന് മുസ്ലിം ഭൂരിപക്ഷം, ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരായ മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷത്തിലാണ്. അവരാണ് മമതയുടെ കരുത്ത്. ആ 6 ജില്ലകളിലുള്ള ബംഗ്ലാദേശി പൗരന്മാർക്ക് വോട്ടവകാശവും റേഷൻ കാർഡും കൊടുത്തുകൊണ്ട്, അത് പണ്ട് CPM ചെയ്തതാണ്, ആ വോട്ട് ബാങ്കിനെ പിടിച്ചുകൊണ്ടാണ് മമതാ ബാനർജി വീണ്ടും ബംഗാളിൽ അധികാരത്തിൽ വരുന്നത്. അതേ മാതൃക പിന്തുടരാൻ തന്നെയാണ് ഡൽഹിയിലെ AAP സർക്കാർ തയ്യാറാകുന്നത്. അത് കയ്യോടെ പിടിച്ചു എന്നുള്ളതാണ് ഈ MLA-മാരുടെ ഒപ്പുകൾ ഉണ്ടായിരുന്നു. അതായത് വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കുന്നതിലടക്കം MLA-മാർക്ക് പങ്കുണ്ട് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ആ മൊഹിന്ദർ ഗോയലും ജയ് ഭഗവാൻ ഉട്കറും പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചു എന്ന് പറയുമ്പോൾ ഉട്കറിന്റെ കാര്യത്തിൽ നേരത്തെ തന്നെ ഇത്തരം ആരോപണം ഉള്ളതാണ്. 10-25ഓളം ആധാർ കാർഡ് എടുക്കാൻ ജയൻ തന്നെ ഒപ്പിട്ട് കൊടുത്ത, റെക്കമെൻഡ് ചെയ്ത അതിന്റെ തെളിവുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ AAP സർക്കാർ ഇപ്പോ വളരെ പരിഭ്രാന്തിയിലാണ്. എങ്ങനെയെങ്കിലും ഇപ്പോ BJPക്ക് അനുകൂലമായ സർവേ പുറത്തു വന്നതിന് ശേഷം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സർവേ രാജസ്ഥാൻ കേന്ദ്രമാക്കിയുള്ള സർവേ പുറത്തു വരികയും BJP 1ാം സ്ഥാനത്തേക്ക് വരികയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ AAP വളരെ പരിഭ്രാന്തിയിലാണ്. എങ്ങനെയും അധികാരം പിടിച്ചു നിർത്തുവാനുള്ള ഒരു തീവ്ര ശ്രമം അവർ നടത്തുന്നു. അതുകൊണ്ട് താൽക്കാലിക വിജയത്തിന് വേണ്ടിയാണെങ്കിലും ഈ ബംഗ്ലാദേശികളെ സഹായിക്കുന്ന, ബംഗ്ലാദേശികളെ വോട്ട് ബാങ്കാക്കി കണക്കാക്കിക്കൊണ്ട് അവർക്ക് ആധാർ കാർഡും വോട്ടർ ID കാർഡും നൽകുന്ന ഈ സംവിധാനം ആത്യന്തികമായി രാജ്യവിരുദ്ധ പ്രവർത്തനമാണ്. അത് ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്ക് നാളെ ഒരു ഭീഷണിയായിട്ട് വരാം. ആഭ്യന്തര ക്രമസമാധാനം തകർത്തതിലേക്ക് വരാം. അതിലേക്കാണ് ഞാൻ വരാനിരുന്നത്. പ്രത്യേകിച്ച് ബംഗ്ലാദേശിലെ ഹൈന്ദവ സമൂഹം, അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, ക്രൈസ്തവരടക്കം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ക്രൂരതകൾ ഇപ്പോൾ ലോക മാധ്യമങ്ങളിൽ ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ മാനസികാവസ്ഥയുള്ള ആളുകളെ ഒരു താൽക്കാലിക നേട്ടത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഭാവിയിലെ ഇന്ത്യ, അതേക്കുറിച്ച് ഇവരാരും ആശങ്കപ്പെടുന്നില്ല എന്നത് യാഥാർത്ഥ്യമല്ലേ? അല്ല, ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ എന്ന മനോഭാവം അവർക്ക് വേണ്ടേ? എന്റെ സ്റ്റേറ്റ് ഡൽഹി പിടിക്കുക, ഇത്രയേ ഉള്ളൂ. ഏറ്റവും സങ്കുചിതമായ രാഷ്ട്രീയ പ്രവർത്തനം. നേരത്തെ ആരോ വിശേഷിപ്പിച്ചതുപോലെ ഒരു അരാജകവാദിയാണ്. കാരണം യാതൊരു പ്രത്യയശാസ്ത്രത്തിന്റെയും അടിത്തറയില്ലാത്ത, ആത്യന്തികമായി ഭാരതത്തിന്റെ പൊളിറ്റിക്സുമായി ബന്ധമില്ലാത്ത ഒരു രാഷ്ട്രീയ ശൂന്യതയിൽ നിന്നും ഉദയം കൊണ്ടതാണ് AAP. അണ്ണാ ഹസാരെ ഇളക്കിവിട്ട ഗാന്ധിയൻ തത്വചിന്തയുടെ ആ പരിഭാവനതയുടെ ആ ഒരു തിളക്കമാർന്ന ദിനങ്ങളിൽ അതിനെ ചൂഷണം ചെയ്തുകൊണ്ട് വന്ന ആളാണ് അരവിന്ദ് കെജ്രിവാൾ. പ്രത്യയശാസ്ത്രമോ പ്രതിബദ്ധതയോ ആൾക്കില്ല, ഏതെങ്കിലും ദേശീയ മനോഭാവമില്ല. ഡൽഹിയിലെ ഇട്ടാവട്ടത്ത് നിന്നുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ എന്ന ആ അരാജകവാദി എന്ന് തന്നെ വിളിക്കേണ്ടി വരും. സ്വന്തം താല്പര്യം, സ്വന്തം ഇഷ്ടം മാത്രം നോക്കിക്കൊണ്ട് ഒരുപടി ആളുകളെ കയ്യിലെടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള ഭരണക്രമങ്ങൾ. കാരണം അതാണ് അണ്ണാ ഹസാരെ പോലും ഇദ്ദേഹത്തെ, അരവിന്ദ് കെജ്രിവാളിനെ തള്ളിപ്പറഞ്ഞത് ഇല്ലേ? ഗാന്ധിയൻ രീതിയിൽ സമരം ചെയ്തിരുന്ന അദ്ദേഹം പറഞ്ഞു എനിക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞില്ലേ? അണ്ണാ ഹസാരെ എന്തുകൊണ്ടാണ് എനിക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞത്? അരവിന്ദ് കെജ്രിവാൾ ഒരിക്കലും ധാർമ്മിക ബോധമോ പ്രത്യയശാസ്ത്രപരമായ പ്രതിബദ്ധതയോ
ഉള്ള ആളല്ല, അദ്ദേഹത്തിന്റെ പാർട്ടിയും അതുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ബംഗ്ലാദേശിൽ ശക്തമായ ന്യൂനപക്ഷ വേട്ട നടക്കുമ്പോൾ പൂജാരിയെ വരെ കൊന്ന് കെട്ടിത്തൂക്കി, ക്ഷേത്രത്തിന് മുമ്പിൽ കെട്ടിത്തൂക്കിയിട്ട് 4 സന്യാസിമാരെ ജയിലിനടുത്തിട്ട് അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാത്തൊരവസ്ഥയിലേക്ക് ആയിരക്കണക്കിന് ഹിന്ദുക്കളെ വഴിയാധാരമാക്കിയ, നൂറുകണക്കിന് ഹിന്ദു പെൺകുട്ടികളെ ബലാത്കാരം ചെയ്ത, ആയിരക്കണക്കിന് കടകൾ തല്ലിപ്പൊളിച്ച, ആയിരക്കണക്കിന് വീടുകൾ കത്തിച്ച, അങ്ങനെ ലോകം കണ്ട ഏറ്റവും വലിയ കൊടിയ ന്യൂനപക്ഷ വേട്ടയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ബംഗ്ലാദേശി പൗരന്മാർക്ക് ഡൽഹിയിൽ വോട്ടർമാരായി മാറാനുള്ള അവസരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് സ്ഥിതി? അപ്പോ ഇവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള രാജ്യസ്നേഹമോ? ഇത് ഡൽഹിയുടെ മാത്രം കാര്യമല്ല, നേരത്തെ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ ബംഗാളിലാണ് ഇതിന്റെ ഒരു പരീക്ഷണം വിജയിച്ചത്. അതെ, അതിൽ വിജയിച്ചു. നമ്മുടെ കേരളത്തിൽ പോലും അങ്ങനെ ചില നീക്കങ്ങൾ കാണുന്നുണ്ട്. ഈ അതിഥി തൊഴിലാളികൾ എന്നൊക്കെ വിളിച്ച് ഇവർക്ക് വീട്ടു നമ്പറും റേഷൻ കാർഡൊക്കെ കൊടുത്തുകൊണ്ട് ഭാവിയിൽ അവരിവിടുത്തെ വോട്ടർമാരായി മാറാനുള്ള സാധ്യത. അല്ല, കേരളത്തില് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത ലക്ഷ്യം അതിഥി തൊഴിലാളികൾക്ക് വോട്ടവകാശം കൊടുക്കുക തന്നെയാണ്. ഈ അതിഥി തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ചെറിയ ന്യൂനപക്ഷമെങ്കിലും കൊടും കുറ്റവാളികൾ, തീർച്ചയായും അന്യ സംസ്ഥാനങ്ങളിലെ കൊടിയ ഭീകര പ്രവർത്തനങ്ങൾ അടക്കമുള്ള കൊടിയ പലരെയും ഇവിടുന്ന് പിടിച്ചുകൊണ്ടുവന്ന് നമ്മൾ വിളിച്ചിരിക്കുന്നതാണ്. പലരെയും ഇവിടുന്നത് എന്നെ പൊക്കുമ്പോഴാണ് അറിയുന്നത് വിദേശത്തുള്ള സംഘർഷങ്ങളുടെ പോലും പ്രതികൾ കേരളത്തിൽ സുഖമായി താമസിക്കുന്നു. എത്രയോ പേരെ ആസാമിലെ കുറ്റവാളികൾ, ബീഹാറിലെ കുറ്റവാളികൾ, അതുപോലെ തന്നെ ബംഗ്ലാദേശിലെയും ബംഗാളിലെയും കുറ്റവാളികൾ ഇവിടെ സുരക്ഷിത താവളമാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ, ഞാൻ എല്ലാവരും അടച്ചാക്ഷേപിക്കാൻ പറഞ്ഞതല്ല, മര്യാദയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കുന്ന മാന്യന്മാരായിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ ഒരു ചെറിയ ന്യൂനപക്ഷമെങ്കിലും ഇവിടെ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഇവരെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം പെരുമ്പാവൂര് നേരത്തെ സംഘർഷ സാധ്യത ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി രാത്രി കൊണ്ട് പെരുമ്പാവൂര് ജിഷയെ കൊന്നതും അതെ, ഭീകരവാദ ഒരു ബംഗ്ലാദേശി ചെറുപ്പക്കാരനാണ്. അതാണ് അവിടെ രാത്രി 12 മണിക്ക് ഇഷ്യൂ ഉണ്ടായി. 12:10 ആയിരക്കണക്കിന് ആളുകളുടെ പ്രകടനം നടന്നു. ആ പ്രകടനം നടന്നപ്പോൾ അതിന്റെ പകുതിയിലേറെ ആളുകളും അന്യ സംസ്ഥാന തൊഴിലാളികളായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഇവരിങ്ങനെ കൂട്ടമായിട്ട് കേരളത്തിൽ താമസിക്കുന്നു. കേരളം ഒരു വലിയ ഇസ്ലാമിക ബോംബിന്റെ പുറത്താണ് കേരളം സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. അപ്പൊ ആ ഒരു അവസ്ഥ നാളെ ഡൽഹിക്ക് ഉണ്ടാവും. ഡൽഹി ഒരു കുടിയേറ്റ മേഖലയാണ്. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഡൽഹിയിലോട്ട് കുടിയേറ്റമുണ്ട്. അനിയന്ത്രിതമായ നഗരവൽക്കരണം ഇതിനൊരു പ്രേരണ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുടിയേറ്റം നടക്കുന്ന ഡൽഹിയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ആ തെരഞ്ഞെടുപ്പിനാണ് ബംഗ്ലാദേശി പൗരന്മാരെ വോട്ടർമാരാക്കി ചേർക്കാൻ 2 MLA-മാർ തന്നെ നേതൃത്വം കൊടുക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ഈ 2 MLA-മാർ നേതൃത്വം കൊടുക്കുന്ന ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്ന സംഭവം അത് വളരെ അപകടകരമാണ്. രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുന്നതാണ്. എന്തായാലും അന്വേഷണം തുടരട്ടെ, അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിൽ നമുക്ക് കാണാം BJP ജയിക്കും എന്നുള്ള ഘട്ടം വന്നപ്പോൾ ഏത് ദുശാഠ്യങ്ങളും ഏത് ദുശാസന ശക്തികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് അവർക്ക് അധികാരത്തിൽ തുടരാനുള്ള ഒരു വ്യഗ്രതയാണ് ഈ സമീപനങ്ങളിൽ നിന്നും കാണുന്നത്.